അവന്റെ മുന്തിരിത്തോട്ടത്തിലെ വേക്കൻസീസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ലോകത്തിൽ വേക്കൻസി ഒഴിഞ്ഞു കിടക്കുന്ന ഒറ്റ ജോലിയേ ഉള്ളൂ, മിഷനറി പ്രവർത്തനം. പാസ്റ്റർമാരുടേത് പോലും ഇല്ല. എന്നാൽ ഒഴിഞ്ഞു കിടക്കുന്ന ജോലി ഏതേ ഉള്ളൂ, മിഷനറി പ്രവർത്തനം. കാര്യം ആവശ്യത്തിൽ കൂടുതൽ പാസ്റ്റർമാരുണ്ട് നമ്മുടെ നാട്ടിൽ, അതുകൊണ്ട് സഭ കിട്ടാത്തത് അല്ലേ. പലരും പ്രശ്നം ഈ പ്രാവശ്യം മാറ്റമൊക്കെ എല്ലാം അറേഞ്ച് ചെയ്ത് വന്നപ്പോൾ എനിക്ക് സഭ കിട്ടിയില്ല. സഭ തറയെന്ന് പറഞ്ഞ് നേതാക്കന്മാരുടെ എല്ലാം പുറകെ നടക്കുന്നത് എന്തുകൊണ്ടാണ്? എക്സസ് ഉണ്ട് ഇല്ലേ. എക്സസ് പാസ്റ്റർമാരുള്ളതുകൊണ്ടല്ലേ സഭ കിട്ടാത്തത് ഇല്ലേ. എക്സസ് എല്ലായിടത്തും ഉണ്ട് അല്ലേ. എഞ്ചിനീയേഴ്സ് എക്സസാണ്, ഡോക്ടേഴ്സ് എക്സസാണ്. അതുകൊണ്ടാണ് ഹൈലി സ്പെഷ്യലൈസ്ഡ് അല്ലാത്ത ഒരു ഡോക്ടർക്ക് ജോലി കിട്ടാൻ ബുദ്ധിമുട്ട്. ഹൈലി സ്പെഷ്യലൈസ്ഡ് അല്ലാത്ത പോസ്റ്റ് ഗ്രാജുവേഷൻ ഇല്ലാത്ത എംടെക് ഇല്ലാത്ത ബിടെക്കുകാരനിപ്പം ജോലി കിട്ടാൻ ഡിഫിക്കൽട്ട് അല്ലേ. ഡിഫിക്കൽട്ട് എന്തുകൊണ്ടാണ്? ഹൈ സ്പെഷ്യലൈസേഷൻ ഇല്ലാതെ ജോലി കിട്ടാത്ത എന്തുകൊണ്ടാണ്? എക്സസ് ആളുള്ളതുകൊണ്ടാണ്. അപ്പൊ എക്സസ് പാസ്റ്റർമാർക്കും എന്തുണ്ട്? എക്സസ് ഉണ്ട്. പക്ഷെ മിഷണറിമാർക്ക് മാത്രം എന്തില്ല? എക്സസ് ഇല്ല. കാര്യം വേക്കൻസി ഒഴിഞ്ഞു കിടക്കുകയാണ്, ആർക്കും വരുന്നു. എന്നാൽ എല്ലാ ദിവസവും രാവിലെ 5 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെ 11 മണി നേരം വരെയും എന്താണ്? കർത്താവ് ചന്തയിൽ വന്ന് നോക്കുക, ഒരുത്തനെ കൂടെ കിട്ടുമോ. അന്നേരമാണ് നമ്മൾ പറയുന്നത് എനിക്ക് വിളിയില്ലെന്ന്. ആര് പറഞ്ഞു വിളിയില്ലെന്ന്? അവൻ എന്നേരം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുക. കർത്താവിനോടൊന്ന് ചോദിച്ചു, കർത്താവ് ഞാൻ പോരട്ടെ എന്നിട്ട് പറ. ഞാൻ കർത്താവിനോട് പല പ്രാവശ്യം കരഞ്ഞു പറഞ്ഞു, കർത്താവ് എന്നെ കൂടെ നിന്റെ മുന്തിരിത്തോട്ടത്തിലൊന്ന് അധ്വാനിക്കാൻ വേണ്ടി വിളിക്കണേ, കർത്താവ് എന്നെ കൂടെ സുവിശേഷ വേല ചെയ്യാൻ സമ്മതിക്കണമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ കർത്താവ് സമ്മതിച്ചില്ല. എന്നാരെങ്കിലും പറയുകയാണെങ്കിൽ നമുക്ക് പറയാം, സ്പെഷ്യലായിട്ട് പ്രാർത്ഥിച്ചിട്ട് കർത്താവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ് എന്നെ വിളിക്കണേ, കർത്താവ് ഞാൻ പൊക്കോട്ടെ, കർത്താവ് ഞാൻ സുവിശേഷ വേല ചെയ്തോട്ടെ കർത്താവ് എന്ന് ചോദിച്ചു. കർത്താവ് പറഞ്ഞു നീ ചെയ്യരുത് എന്നാരോട് ഇങ്ങനെ പറഞ്ഞാൽ അവരെ നമുക്ക് എക്സംപ്റ്റ് ചെയ്യാം. അല്ലാത്തവരെ ആരെയും വെറുതെ വിടാൻ പറ്റത്തില്ല. കാര്യം എന്താണ്? വിളി കിടക്കുക. ഓക്കെ, ഞാനിത് പിന്നെ ഒന്നുകൂടെ പറഞ്ഞത് ഇത് മറന്നു പോകാതിരിക്കാനും ഒന്നുകൂടെ ഓർക്കാനും വേണ്ടിയാണ്. ഇനി ബെസലേലിനെ ദൈവം പേർ ചൊല്ലി വിളിച്ച് ദിവ്യാത്മാവിനാൽ ജ്ഞാനവും ബുദ്ധിയും കൊണ്ട് നിറച്ചു സമാഗമന കൂടാരത്തിൽ പണി ചെയ്യേണ്ടത്. യോശുവയെ പറ്റി കർത്താവ് പറഞ്ഞെന്നറിയാമോ? 27 സംഖ്യാപുസ്തകം 27 അധ്യായത്തിന്റെ 18 വാക്യം. ബെസലേലിനെ ദൈവം പേർ ചൊല്ലി വിളിച്ചു. യോശുവയെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് പറയുന്നത് എന്റെ ആത്മാവുള്ള പുരുഷനായി നൂന്റെ മകനായ യോശുവയെ വിളിച്ച് അവന്റെ മേൽ കൈവച്ചു. അപ്പൊ കർത്താവ് പറയാണ് എന്റെ ആത്മാവ് അവന്റെ മേൽ ഉണ്ട്. എന്റെ ആത്മാവുള്ള പുരുഷനായി, എ മാൻ വിത്ത് മൈ സ്പിരിറ്റ്. എന്റെ ആത്മാവുള്ള ഒരു പുരുഷൻ. അതിന്റെ അർത്ഥം എന്താണ്? അവനെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് കാര്യത്തിന് വേണ്ടി മാത്രമല്ല കർത്താവ് നിയോഗിച്ചിരിക്കുന്നത്. അവന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവിനെ അങ്ങ് കൊടുത്തിരിക്കുക. ഞാൻ പറഞ്ഞൊരു വ്യത്യാസം മനസ്സിലാകുന്നുണ്ടല്ലോ. ബെസലേലിന് ഒരു ജോലി ചെയ്യാൻ, ഒരു സ്പെസിഫിക് ജോലി ചെയ്യാനായിട്ട് മാത്രം കർത്താവ് എന്ത് ചെയ്തു? ദിവ്യജ്ഞാനം കൊടുത്തു, നിയോഗിച്ചു. അതിനും ദൈവത്തിന്റെ ഇതുണ്ടല്ലേ പറ്റുള്ളൂ. ഒരു പ്രവൃത്തി ചെയ്യേണ്ടതിന് ദൈവം തന്റെ ആത്മാവിൽ ബെസലേലിനെ നിറച്ചു. അവന്റെ എല്ലാ മണ്ഡലങ്ങളിലും അവൻ ഈ വൈദഗ്ധ്യം കാണിക്കണം നിർബന്ധമൊന്നുമില്ല. അവൻ നല്ല കൊത്തുപണിക്കാരനായിട്ട് അല്ലെങ്കിൽ ലോഹങ്ങളിലെല്ലാം നന്നായിട്ട് കൊത്തുപണി ചെയ്യാൻ കഴിവുള്ളവനും സങ്കല്പിക്കാനും ഇമാജിൻ ചെയ്യാനും ചിത്രം വരയ്ക്കാനും എല്ലാം കഴിവുള്ളതായിരിക്കും. പക്ഷെ അവൻ പാട്ട് പാടാൻ നോക്കിയാൽ ചിലപ്പം എന്തുവാ നാട്ടുകാർ ഓടിപ്പോയെന്നിരിക്കും അല്ലേ. ചിലരെ കൊണ്ട് പാട്ട് പാടിക്കേണ്ട എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആശീർവാദം പറഞ്ഞിട്ടും ആളുകൾ പിരിഞ്ഞു പോയില്ലെങ്കിൽ ഒരു പാട്ട് പാടിച്ചാൽ മതി. ആശീർവാദം ലഭിച്ചിട്ടും ആളുകൾ പിരിച്ചു പോയില്ലെങ്കിൽ എന്താ, ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ മതി. നാച്ചുറലി നമുക്ക് ഡിസ്പേഴ്സ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ദിവ്യാത്മാവിനാൽ അവൻ നിറച്ചത് ഏത് മണ്ഡലത്തിൽ ഏത് കാര്യം ചെയ്യാൻ വേണ്ടിയാണ്. ഫോർ വാട്ട് പർപ്പസ് ഈസ് ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ഇൻ ദാറ്റ് റെലം ദാറ്റ് ഏരിയ ഈസ് ഗുഡ് എന്നുള്ളതല്ല, ഈസ് ബെസ്റ്റ്. ബിക്കോസ് കർത്താവാണ് അവനെ അത് ഏൽപ്പിച്ചിരിക്കുന്നത്. പക്ഷേ അവനെ ഏൽപ്പിക്കാത്ത മണ്ഡലങ്ങൾ ധാരാളം ഉണ്ടായി. അതിനകത്ത് അവൻ പണി ചെയ്യാനായിട്ട് പോകരുത്. അവന് പക്ഷെ കഴിവില്ലാത്തൊരു പ്രസംഗകനായിരിക്കാം, കഴിവില്ലാത്തൊരു പാട്ടുകാരനായിരിക്കാം. കാര്യം ദൈവം അവനെ വിളിച്ചത് പാട്ടുകാരനായിട്ടോ പ്രസംഗകനായിട്ടോ അല്ല. എന്തിനാണ്? കൊത്തുപണി ചെയ്യാനായിട്ട്, ദൈവത്തിന്റെ സമാഗമന കൂടാരത്തിന്റെ പണി ചെയ്യാനായിട്ട്. എന്നാൽ അതിൽ അവൻ എക്സലന്റ് ആണെങ്കിലും മറ്റു കാര്യങ്ങൾ അവൻ ഇടപെട്ടാൽ അത് ശരിയാകണമെന്ന് നിർബന്ധമില്ല. ദൈവം നമ്മെ ഏത് മണ്ഡലത്തിലാണ് അഭിഷേകം ചെയ്തിരിക്കുന്നതെന്ന് അറിയണം. ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. വാട്ട് ഈസ് മൈ കോളിംഗ്, വാട്ട് ഈസ് മൈ അനോയിന്റിംഗ്, ആൻഡ് ഇൻ വാട്ട്
വാട്ട് ഏരിയ ഗോഡ് ഹസ് അനോയിന്റഡ് മീ, വാട്ട് ഗോഡ് വാണ്ട്സ് മീ ടു ഡു, അതിനെക്കുറിച്ച് ഒരു സ്പെസിഫിക് നോളജ് നമുക്കുണ്ടായിരിക്കണം. അത് ആത്മാവിൽ നമുക്ക് ആ ഒരു അറിവുണ്ടായിരിക്കണം. എന്നാൽ അത് നമ്മൾ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. നമ്മളെ ദൈവം അത് ഏൽപ്പിച്ചിരിക്കുമ്പോഴും അതിന്റെ പ്രഭാവസനം 31 അധ്യായം അതിന്റെ 6 വാക്യത്തിൽ, പുറപ്പാട് 31:6, അഹീസമാക്കിന്റെ മകനായ ഇവിടെ ബസലേലിനോട് കൂടെ വേറെ രണ്ടുപേരെ കൂടെ കർത്താവ് എന്തുവാണ്, അവരുടെ ഹൃദയത്തിലും ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു, ജ്ഞാനം നൽകുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ബസലേലിന് മാത്രമല്ല അവന്റെ കൂട്ടത്തിൽ രണ്ടുപേരെ കൂടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എല്ലാം ചെയ്യാൻ അവിടെ പറഞ്ഞിരിക്കുന്ന, ആദ്യം പറഞ്ഞിരിക്കുന്നത് അറിയാമോ, 3 വാക്യത്തിൽ അവൻ കൗശലപ്പണികളെ സങ്കല്പിച്ച് ചെയ്യുവാനും പൊന്നവെള്ളി താമ്രം കൊണ്ട് പണിവാനും രത്നം വെട്ടി പതിപ്പാനും മരത്തിൽ കുത്തു പണിവാനും സകലവിധ പണിത്തരം ഉണ്ടാക്കുവാനും ഞാൻ അവനെ ദിവ്യാത്മാവിനാൽ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യവും കൊണ്ട് കൊടുത്തിരിക്കുന്നു. ആരെ? ബസലേലിന്. എന്നാൽ കൂടെ വർക്ക് ചെയ്യാനുള്ളവർക്ക് എന്ത് കൊടുത്തിരിക്കുന്നു? എന്താ? ഞാൻ അവരുടെ ഹൃദയത്തിലും ജ്ഞാനം നൽകുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ അസിസ്റ്റ് ചെയ്യാനായിട്ട് കർത്താവ് ചിലരെ ആക്കിയിട്ടുണ്ട്. എല്ലാവരും ദൈവം വിളിച്ചിരിക്കുന്നത് ഏറ്റവും ടോപ്പിൽ നിന്നല്ല കാര്യങ്ങൾ ചെയ്യാനല്ല. എന്നാൽ ഞാൻ അസിസ്റ്റ് ചെയ്യാനായിട്ട് ഞാനൊരു വെറും ഒരു അസിസ്റ്റന്റ് ആണെന്ന് പറഞ്ഞിട്ടായിരിക്കും. പക്ഷെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ അസിസ്റ്റൻസിനായിരിക്കും കൂടുതൽ പ്രതിഫലം കിട്ടുന്നത്. കാര്യം കാണുന്നവരെല്ലാം അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആരെയാ? ബസലേലിനെ. മറ്റവരുടെ പേര് വായിക്കാൻ തന്നെ നമുക്ക് ചില ബുദ്ധിമുട്ടാണ്, ഇല്ലേ? വായിച്ചു വരുമ്പോൾ തന്നെ നമുക്ക് തെറ്റിപ്പോകുന്നു. കാര്യം അതങ്ങനെ എപ്പോഴും വായിക്കുന്നു. പക്ഷെ ബസലേൽ നമ്മൾ ഒത്തിരി പ്രാവശ്യം കേട്ടിട്ടുണ്ട്, ഇല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം എപ്പോഴും നമുക്ക് തരുന്ന ആത്മാവിനെ തരുമ്പോൾ ഡസന്റ് മീൻ ദാറ്റ് ഓൾ ദ ടൈം വി ആർ ദ ലീഡേഴ്സ്. മെനി ടൈംസ് വി ഹാവ് പാർട്ട്നേഴ്സ്. ദൈവത്തിന്റെ സഭയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു കൂട്ടായ പ്രവർത്തനമാണ്. അവർക്ക് എന്നാണ് എഴുതിയിരിക്കുന്നത്. 6-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നതാണ്, ഞാൻ നിന്നോട് കൽപ്പിച്ചതൊക്കെയും അവർ ചെയ്യും. ഒരാളല്ല, ബസലേൽ ചെയ്യുന്നല്ല, അവർ ചെയ്യും. കാര്യം ബസലേലിനെ കൊണ്ട് തന്നെ ഒന്നും ഈ സമാന കൂടാരത്തിന്റെ പണി ചെയ്യാനായിട്ട് കഴിയത്തില്ല. അവർ ചെയ്യും. അത് ഉദ്ദേശിക്കുന്ന ഒരാൾ തന്നെ ചെയ്യാൻ കർത്താവ് ഉദ്ദേശിക്കുന്നില്ല. കൂട്ടായ പ്രവർത്തനമാണ്. എന്നാൽ ഇവിടുത്തെ എനിക്ക് രസകരമായി തോന്നിയൊരു കാര്യം, ഇവർക്ക് വിഷൻ ദൈവം കൊടുത്തില്ല. വിഷൻ കൊടുത്തത് ആർക്കാ? മോശയ്ക്കാ. ബസലേലിനും കൊടുത്തില്ല. ബസലേലിന് ജ്ഞാനം കൊടുത്തെങ്കിലും ദർശനം കൊടുത്തില്ല. അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ്? The vision is given to, the blueprint is given to Moses. ഇല്ലേ? ബസലേലിന് അത് ചെയ്യാനുള്ള ജ്ഞാനം കൊടുത്തു. പക്ഷെ ബ്ലൂ പ്രിന്റ് ആരുടെ കൊടുത്തിരിക്കുക? മോശനെ കൊടുത്തിരിക്കുക. അപ്പോൾ വിഷൻ ഒരാൾക്കും പണി മറ്റൊരാൾക്കുമാണ്. ദർശനം ഒരാൾക്കും ജോലി മറ്റൊരാൾക്കുമാണ്. സമാധാന കൂടാരത്തിന്റെ ബ്ലൂ പ്രിന്റ് ദൈവം കൊടുത്തു. ഇല്ലേ? ഇത് നമുക്ക് അങ്ങോട്ട് ദഹിക്കാൻ നമ്മുടെ നാട്ടില് എനിക്ക് തോന്നുന്നില്ല നടക്കും. നമ്മുടെ നാട്ടിലെ പ്രശ്നം, വിഷൻ ഉള്ളവൻ കാര്യം ചെയ്തോണം, അവൻ എന്നെ അസിസ്റ്റ് ചെയ്യാനൊന്നും ആളെ ഒന്നും കിട്ടുന്ന കാര്യം ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ കിട്ടുന്നത് കഴിവില്ലാത്തവനായിരിക്കും. ഇല്ലേ? അവൻ പറയുന്നത് എന്നറിയാമോ, എനിക്കിത് ചെയ്യാൻ പറ്റുമെങ്കിൽ ആരെങ്കിലും കൂട്ടുകിട്ടുമെന്ന് ഞാൻ പറയട്ടെ. നമ്മളുടെ ഈ മലയാളികളുടെ പ്രത്യേകിച്ചുള്ള ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വേറൊരാളുടെ വിഷയം നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. നോർമലി അക്സെപ്റ്റ് ചെയ്തില്ല. ഒരാളുടെ കൂടെ നമ്മൾ നിന്ന് വർക്ക് ചെയ്യത്തില്ല. ഒരാളെ അസിസ്റ്റ് ചെയ്യത്തില്ല. എന്നാൽ വേദപുസ്തകത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, എല്ലായ്പ്പോഴും മോശ മരിക്കുന്നത് വരെയും യോശുവ എന്ത് ചെയ്തു? മോശയുടെ കൂടെ തന്നെ നടന്നു. ഏലിയാവ് മരിക്കുന്നത് വരെയും ഏലിശ എന്ത് ചെയ്തു? ഏലിയാവിന്റെ കൂടെ നടന്നു. ഇല്ലേ? യേശു കർത്താവ് സ്വർഗത്തിലേക്ക് കയറി പോകുന്നത് വരെയും ശിഷ്യന്മാർ അവന്റെ കൂടെ നടന്നു. യോഹന്നാന്റെ ശിഷ്യന്മാർ. ഈ മൈൻഡ് മലയാളിക്ക് ഒരു ചെറിയ കാലം പോലും ഒരാളുടെ കീഴിൽ നിൽക്കാൻ പറ്റും. നൃത്തത്തില്ല, അത് വേറെ കാര്യം. നേതാക്കന്മാർക്കും പ്രശ്നമുണ്ട്, അനുഗമിക്കുന്നവനും പ്രശ്നമുണ്ട്. ഇല്ല, അനുഗമിക്കുന്ന പ്രശ്നമുണ്ട്. അപ്പോൾ ഈ വിഷൻ കിട്ടിയവൻ അഹങ്കാരം പറഞ്ഞുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ കൂടെ നിൽക്കുന്നവന് ചിലപ്പം പ്രവർത്തിക്കാൻ പറ്റത്തില്ല. തിരിച്ചുകൊണ്ട് വിഷൻ കിട്ടിയവൻ ബസലേലിന് ദൈവജ്ഞാനം കൊടുത്തിട്ടുണ്ട്. അതിന്റെ ബ്ലൂ പ്രിന്റിന്റെ ഒരു കോപ്പി മോശയുടെ കയ്യിൽ നിന്ന് കിട്ടിയാൽ മതി, അവൻ അത് അടിച്ചു മാറ്റി വേറെ സമാനകൂടാരം പണി. ബ്ലൂ പ്രിന്റിന്റെ ഒരു കോപ്പി ബസലേലിന്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അവൻ അതുകൊണ്ട് പോയി വേറെ സമാനകൂടാരം പണി. അതാണ് നമ്മളുടെ ഇടയിലെ പ്രശ്നമെന്ന് പറയുന്നത്. ഇല്ല, ഞാൻ തമാശയായിട്ട് പറയുന്നതല്ല, ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ
ഞാൻ പറഞ്ഞെന്നുള്ളത്. നമ്മുടെ എല്ലാം ചിന്ത നമ്മൾ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തെങ്കിലും നന്നാവുള്ളൂ. നമ്മൾ എപ്പോഴും വി ജസ്റ്റ് വാണ്ട് ടു പ്ലേസ് അവർസെൽസ് ഓൺ ദ ടോപ്പ് ഓഫ് ദ മൗണ്ടൻ. ഏറ്റവും മുകളിൽ നമ്മളെ തന്നെ പ്രതിഷ്ഠിക്കാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് ഒത്തിരി കൂടുതൽ. ഏറ്റവും മുകളിൽ നമ്മളെ തന്നെ പ്രതിഷ്ഠിക്കാൻ. എന്നാൽ ഈ ബില്ലി ഗ്രഹാം ഇവാഞ്ചലിസ്റ്റിക് അസോസിയേഷനിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. മിക്കവാറും ഉള്ളവർ മാറി വേറെ തുടങ്ങിയാൽ അവർക്ക് ഒരു പ്രശ്നവും ഇല്ലാതെ തുടങ്ങാൻ കഴിവുള്ള, അതിനേക്കാൾ കഴിവുള്ള ആളുകൾ ബില്ലി ഗ്രഹാം ഇവാഞ്ചലിസ്റ്റിക് പേര് തന്നെ വേറൊരാളുടെ പേരില്ല. നമുക്കത് ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല. നമ്മൾ വല്ല എന്തുവാ ഗ്ലോറി മിഷൻ എന്നോ മറ്റേ മിഷൻ എന്നോ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രയും വലിയ പ്രയാസമില്ല. എന്നാൽ ഒരാളുടെ പേരിൽ പോയി വർക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് എന്താ ഒരാൾ അതിന്റെ പുറകെ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ പോകുന്നില്ല. അവന്റെ ആർക്കാ പേര് കിട്ടുന്ന അവനല്ലേ, അവൻ ചെയ്യട്ടെ എന്നാ നമ്മുടെ മനസ്സ്. കാര്യം എന്നറിയാമോ, നമ്മളുടെ വിധേയത്വം ഒരിക്കലും ദൈവത്തോടല്ല. നമ്മളുടെ വിധേയത്വം ദൈവത്തോടാണെങ്കിൽ എനിക്ക് കിട്ടിയിരിക്കുന്നത് വിഷനാണോ, മറ്റൊരാൾക്ക് കിട്ടിയിരിക്കുന്ന ബ്ലൂ പ്രിന്റ് ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും നമ്മൾ ആലോചിക്കത്തില്ല. എല്ലാത്തിന്റെയും പിന്നിൽ ദൈവത്തിന് നമ്മളെ തന്നെ സമർപ്പിച്ച് ദൈവം എന്നോട് ചെയ്യാൻ പറയുന്ന കാര്യം, ദൈവം ഒരു സ്ക്രൂ നട്ടിട്ട് മുറുക്കാനാണോ പറഞ്ഞിരിക്കുന്നത്, ശരി ഫിനിഷ്. ദൈവം ബ്ലൂ പ്രിന്റ് വരയ്ക്കാനാണോ പറഞ്ഞിരിക്കുന്നത്, ശരി അല്ലേ എന്ന് ചിന്തിക്കാനുള്ള മനോഭാവം നമുക്ക് പലപ്പോഴും ഇല്ല. എന്നാൽ പൗലോസ് പറയുന്ന ഒരു കാര്യം ഞാൻ പലപ്പോഴും അറിയാം. 1 കൊരിന്ത്യർ 3-ാം അധ്യായം അതിന്റെ 4 മുതലുള്ള വാക്യങ്ങൾ. ഒരുത്തൻ പറയാണ് ഞാൻ അപ്പല്ലോസിന്റെ പക്ഷക്കാരൻ, മറ്റൊരുത്തൻ പറയുന്നു ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ. പൗലോസ് ചോദിക്കുന്നത്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾ എന്താണ്, നിങ്ങൾ എന്താ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ സാധാരണ മനുഷ്യരല്ലയോ? അപ്പോൾ നമ്മൾ പറയും ശരിയാ, നമ്മൾ സാധാരണ മനുഷ്യരാ. അതതിനകത്തെ പ്രശ്നം ഇല്ലേ. നമ്മളെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നതല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് for when one say I belong to Paul and another I belong to Apollos, are you not merely men? നിങ്ങൾ വെറും മനുഷ്യരല്ലേ? നമ്മൾ പറയുന്നത് അതല്ലേ വേണ്ടെന്നാ ചോദിക്കുന്നത്. അല്ല, we are not just men, we are children of God, we are people of God. കാര്യം ഇന്നത് നമ്മളുടെ വ്യത്യാസമില്ല. ഇന്നിപ്പോ നമ്മൾ നമ്മളെ തന്നെ ഡിഫറന്റ് ആയിരിക്കണമെന്ന് ഒരിക്കലും ചിന്തിക്കുന്നില്ല. നമ്മൾ വ്യത്യസ്തരായിരിക്കണമെന്ന് ചിന്തിക്കുന്നില്ല. കാരണം ലോകത്തിലുള്ളവരെ പോലെ തന്നെ നമ്മൾ ആക്ട് ചെയ്യുന്നു, ലോകത്തിലുള്ളവരെ പോലെ തന്നെ ജീവിക്കുന്നു. ലോകത്തിന്റെ സിസ്റ്റം തന്നെ നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നു. സഭയിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് ദൈവിക സിസ്റ്റം അല്ലാത്ത സിസ്റ്റമാണ്, ലോകത്തിന്റെ സിസ്റ്റമാണ്. കാര്യം നമ്മൾ പഠിച്ചിരിക്കും. ഞാൻ ഒരിക്കലും ഒരു ഓർഗനൈസേഷന്റെ ലീഡർഷിപ്പിലുള്ള ആളുകൾ നമ്മൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പം അവിടുത്തെ പ്രശ്നങ്ങൾ, അവിടുത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ അവരെന്നോട് ഇങ്ങനെ ഷെയർ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, വാട്ട് ഇസ് എ പ്രോബ്ലം വിത്ത് മറ്റൊന്നുമല്ല, നമ്മളൊക്കെ സെക്യുലർ ഫീൽഡിൽ പണ്ടൊക്കെ തുടങ്ങി ഒന്നും അറിയാൻ വയ്യാത്തവരായിരുന്നു. നമ്മുടെ പിതാക്കന്മാർക്കൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ നമ്മളെല്ലാം ഏതെങ്കിലുമൊക്കെ ഓഫീസേഴ്സിലെ നല്ല പൊസിഷനിൽ ഇരിക്കുന്നവരും, കോളേജിൽ പഠിപ്പിക്കുന്നവരും, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് ഡിവിഷൻ മുഴുവൻ കൈകാര്യം ചെയ്യുന്നവരും, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഫീൽഡിലെ ഒരു മെഡിക്കൽ ഓഫീസറോ അഗ്രികൾച്ചർ ഓഫീസറോ ഇങ്ങനെയുള്ളവരൊക്കെയാണ്. അപ്പൊ നമ്മുടെയൊക്കെ ഓഫീസിൽ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇതൊക്കെ കൈകാര്യം ചെയ്ത് പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ഓഫീസിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്കറിയാം ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നുള്ളത്. അങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ അറിയാവുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായാലും ഉടനെ തന്നെ എങ്ങനെ ഓഫീസിൽ ഇത് കൈകാര്യം ചെയ്തോ അതുപോലെ തന്നെ നമ്മൾ ഇവിടെയും കൈകാര്യം ചെയ്യാൻ നോക്കുന്നു. അപ്പൊ പറ്റുന്നതിനാണെന്നറിയാമോ, വി ആർ ജസ്റ്റ് മെൻ, വി ആർ മിയർ മെൻ. നമ്മൾ സാധാരണക്കാരായി തീരുകയാണ്. സാധാരണക്കാരായി ഒരു സഭ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ, ഒരു ക്രിസ്തീയ പ്രവർത്തനം, ഒരു ക്രിസ്തീയ ഭവനം, ഇതൊന്നും സാധാരണമല്ല. ഇതിലെല്ലാം എന്താണ്, ആത്മനിയന്ത്രിത അവസ്ഥ ഉണ്ടാകണം. ആത്മനിയന്ത്രിത അവസ്ഥ ഉണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല. നമ്മൾ ഉടനെ ചോദിക്കുന്നത്, അവനെന്തിനാ അത്രയും കിടന്ന് ചാടുന്നത്? എന്തോ ചാടുന്നത്, നീയാണോ നിശ്ചയിക്കുന്ന ഈ കാര്യങ്ങൾ? ഹൂ ഹാസ് ആസ്ക്ഡ് ഹിം, അവനോട് ചാടാൻ പറഞ്ഞെങ്കിൽ ആരാ പറഞ്ഞത്? ചാടുന്നെങ്കിൽ ദൈവം പറഞ്ഞല്ലേ, അവൻ ചാടിട്ട് നോക്കണം. നിനക്കെന്താ വേണം? ഇല്ലേ? വി ആർ നോട്ട് റെഡി ടു അക്സെപ്റ്റ് അതേഴ്സ്. വൈ യു ആർ ലുക്കിംഗ് ടു ദോസ് പീപ്പിൾ? വൈ ഡോണ്ട് യു ജസ്റ്റ് ലുക്ക് അറ്റ് ജീസസ്? നിന്നോട് എന്താ പറഞ്ഞെന്ന് പറഞ്ഞാൽ നിനക്ക് ചെയ്താൽ പോരെ? പോരെ. വി ആർ കൺസേൺഡ് അബൌട്ട് എവരി അതർ പീപ്പിൾ. മറ്റുള്ളവന്റെ കാര്യം എല്ലാം കയറി നമ്മൾ തലയിൽ